ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അബീസ് വ്ളോഗ്സ്. നമുക്കിന്നിവിടെ ഒരു കിഡിലൻ ചക്കപ്പേരി ഉണ്ടാക്കിയാലോ. അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് ചക്കച്ചുള അടത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചകിണിയും കുരുവും എല്ലാം കളഞ്ഞ് ഇതിൻ്റെ രണ്ട് സൈഡും ഒന്ന് കട്ട് ചെയ്ത് ഇതൊന്ന് അരിഞ്ഞെടുക്കാം. ചക്കച്ചുള ഞാനിവിടെ അരിഞ്ഞെടുത്തു. ഇതല്പം കട്ടിയുള്ള ചുളയായിരുന്നത് കൊണ്ട് ഞാനിത് കനം കുറച്ചാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. കട്ടി കുറഞ്ഞ ചുളയാണെങ്കിൽ അല്പം കൂടെ വീതിയിൽ അരിയുന്നതാണ് നല്ലത്. ഇത് അരിഞ്ഞിട്ട് ഞാനൊരു 10-20 മിനിറ്റ് വെയിലത്ത് വെച്ചൊന്ന് ഉണക്കിയെടുത്തിട്ടുള്ളതാണ്. കട്ടിയുള്ള ചുളയായതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ക്രിസ്പി ആയിട്ടുള്ള ഉപ്പേരി കിട്ടും. ചക്ക വറക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചു. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്ക അതിലേക്ക് ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി തിളച്ചതിന് ശേഷം മാത്രമേ ചക്കച്ചുള ഇട്ട് കൊടുക്കാവുള്ളൂ. അതുപോലെ ചക്ക ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഞാനിവിടെ വെർജിൻ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഇത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ചക്ക വറക്കുമ്പോൾ മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് വേണം വറുത്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ എണ്ണ കുടിക്കും. ഇത് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. നമ്മുടെ ചക്ക ഇവിടെ ഏറെക്കുറെ മൂത്തിട്ടുണ്ട്. കണ്ടോ, കളറൊക്കെ മാറിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കൊരല്പം ഉപ്പുനീര് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഉപ്പൊഴിച്ചിട്ട് വീണ്ടും നല്ലതായിട്ടൊന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് ഒന്ന് കോരിയെടുക്കാം. ഈ സമയത്ത് സ്റ്റൗ ലോ ഫ്ലെയിമിൽ വയ്ക്കണം. വീണ്ടും നമുക്ക് സ്റ്റൗ ഹൈ ഫ്ലെയിമിൽ വയ്ക്കാം. എന്നിട്ട് ബാക്കി ചക്ക കൂടി ഇങ്ങനെ വറുത്ത് കോരിയെടുക്കാം. ഉപ്പേരിയെല്ലാം ഞാനിവിടെ വറുത്ത് കോരി. നല്ല അടിപൊളി ചക്ക വറുത്താണ്. കണ്ടോ, നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉപ്പേരിയാണ്. കട്ടിയുള്ള ചക്കച്ചുളയാണെങ്കിൽ അരിഞ്ഞിട്ട് ഒരു 10-20 മിനിറ്റ് ഒന്ന് വെയിൽ കൊള്ളിച്ചെടുത്താൽ മതി. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉപ്പേരി കിട്ടും. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇതുവരെ എനിക്ക് തന്ന എല്ലാ സപ്പോർട്ടിനും നന്ദി. ഇനി മറ്റൊരു നല്ല വീഡിയോയുമായി കാണാം. ടിൽ ദെൻ ഐ ആം സൈനിങ് ഓഫ്. ബൈ ബൈ, ടേക്ക് കെയർ.